ഇവിടെ എന്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നോ ഇൻസ്റ്റാഗ്രാം ഇടാം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം നമ്മള് ഞാൻ പറഞ്ഞു ഇവിടെ വലിയ സ്റ്റാൻഡേർഡ് ഗുണ്ടയെ പോലെയാണ് അവൻ എന്നോട് സംസാരിച്ചത്. അതായത് ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി, ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു. ഹലോ ഗൈസ്, നോക്കോട്ടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഏറ്റവും അവസാനമായിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്കറിയാം. അതായത് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഡ്രാഗ് റേസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോയപ്പം അവിടുത്തെ നാട്ടുകാർ 1-2 ചേട്ടന്മാരൊക്കെ നമ്മളെ പിടിച്ചേർത്തിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോ എന്തുകൊണ്ടാണ് ഡിലീറ്റ് എന്നുള്ള കാര്യം കുറച്ച് പേര് നമ്മുടെ വാട്സപ്പ് വഴിയും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും പിന്നെ അല്ലാത്തവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും കുറേ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതായത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ, അതായത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതായത് ആ സ്പോട്ടിലാണ് കേട്ടോ. അതായത് നമുക്ക് ആ പ്രശ്നം ഉണ്ടായ കറക്റ്റ് സ്പോട്ടിൽ ചെന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ള പ്ലാൻ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ഇടിച്ച് പഠിച്ചേക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അതായത് എന്തോ സാധനം, ഈ സാധനത്തിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ, അതായത് ഈ ഒരു വീഡിയോ, അതായത് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ, അതായത് വീഡിയോ നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഹിൻറ്റ് പറയാം. അതായത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ഡ്രാഗ് ചെയ്തു പറഞ്ഞത്. അതായത് ഇവിടെ മുതൽ അതായത് ഈ കാണുന്ന ഇവിടെ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് ഒരു 0 to 100 ഡ്രാഗ് ചെയ്തു പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരായിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളോട് നമ്മൾ വഴിയിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വന്ന് ഉടക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് അറിയാമെന്നുള്ളൊരു പയ്യ ഇവിടെ ഉണ്ടായിരുന്നു. ആ പയ്യനെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അയാളൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു വിട്ടു. അപ്പം ഗൈസ്, പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെ, അതായത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ജസ്റ്റ് നമുക്കൊരു വീഡിയോ, ജസ്റ്റ് ഒരു കണ്ടൻറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഓർത്തല്ല നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളെന്തായാലും ആരുടെയും പ്രൈവസി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടൊന്നുമല്ല നമ്മൾ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തത്. നമ്മുടെ ഹെൽമെറ്റിൽ തന്നെ ഇരുന്നത്. അതിന് ശേഷം വഴിയിൽ ആൾക്കാരെ കണ്ടങ്ങനെ, അതായത് അവരത് വന്ന് അവർ തന്നെ സംസാരിക്കുന്നതാണ്. ഞാനായിട്ട് അവരെ നെഗറ്റീവായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതായത് അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തത്, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ കണ്ടവർക്കറിയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ വാഴപ്പണയിൽ ചെന്നിരുന്ന വീഡിയോ ഒക്കെ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇഷ്ടം. വീട്ടിൻ്റെ വടക്കുവശത്തുള്ള പറമ്പിൽ ചെന്നിരുന്ന വീഡിയോ എടുത്താണ്. പിന്നെ എന്തോ അങ്ങനെ അത് മാത്രമേ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ, പോരായ്മയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഏത് വാഴപ്പണയിലാണ് ചെന്നിരുന്ന വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് നേടും. പിന്നെ ഈ ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് അല്പം സ്റ്റാൻഡേർഡായിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, അപ്പോൾ തോന്നിയില്ല, പെട്ടെന്നൊരു ഇൻട്രോ സെറ്റ് ചെയ്ത് തരണമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് ആ ഒരു വീഡിയോ കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, പിന്നെ ആ ഒരു റെഡ് കളർ ഇട്ടുകൊണ്ട് അതായത് വന്ന് ഉടക്കിയ ആൾ, അതായത് വീഡിയോ കണ്ടവർക്കറിയാം, വന്ന് ഉടക്കിയ ആൾക്ക് അത് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾക്ക് അയാളെ നെഗറ്റീവ് ആക്കണമെന്ന്, അയാളെ ചവിട്ടി താഴ്ത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ നമുക്കൊരു ജസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ആ ഒരു കണക്കിൽ വിചാരിച്ചുള്ളൂ. പിന്നെ ഗൈസ്, പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം, ഇതിൽ കമൻറ്റ്, അതായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിനി എന്ന് ഇവിടെ വരും, അതായത് നമ്മളിനി എന്ന് വരും, നമ്മളെ വന്ന് തോണ്ടാനുള്ള പരിപാടി, ആ ഒരു കണക്കിന് നമ്മൾ എന്ന് വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും നമ്മളിവിടെ വരും, എല്ലാ സൺഡേയും നമ്മളിവിടെ വരും എന്ന് പറഞ്ഞ് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതായത് ഒരുപാട് ചൊറി, അതായത് നമ്മളെ വന്ന് ഉടക്കിയ ആൾ മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അയാളോടെയും തിരിച്ച് ഞാൻ മാന്യമായിട്ടാണ് എന്നെ സംസാരിച്ചത്. വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ആൾ കുറച്ച് പ്രൈവസി ആയിട്ടുള്ള അതായത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്, വീഡിയോയിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളഞ്ഞു. എനിക്ക് ഹാർട്ടിക്കൊണ്ട്. അപ്പം ആ ഒരു കണക്ക് പറയാം. അതങ്ങനെ ഗൈസ്, പിന്നെ ഒരുപാട് പേര് കണ്ട ഈ ഒരു സമയമായപ്പം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്ന അത് കാണാൻ പറ്റും. അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നവർ നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നടക്കാനായിട്ട് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പേര് പോകുന്നുണ്ട്, അത് കാണാനും പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും
നമ്മൾ പറയാൻ വേണ്ടി വന്ന വേറെ ഒന്നുമില്ല. അതായത് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട, അതായത് നമ്മുടെ നാട്ടിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു, അതായത് അയാൾക്ക് നെഗറ്റീവായിട്ടുള്ള ഭാഗം നമ്മൾ കുറച്ച് അതായത് വോയിസ് കട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റൂല, നമ്മളോട് ഒന്ന് സംസാരിച്ചല്ലേ, നമ്മളോട് ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാണ്. നമ്മൾ അയാളുടെ ഈ വീഡിയോയ്ക്കകത്ത് ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെന്തെങ്കിലും അയാൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ പിടിച്ച് നിർത്തി ഇത്, അതായത് നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കള്ളം പറഞ്ഞു, അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാനാണെന്ന് പറഞ്ഞു. അത് യൂട്യൂബ് ഇടേണ്ട വീഡിയോ ആയിരുന്നു, പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലെന്ന് പറഞ്ഞതാണ്, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ പിടിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്ത്, അതായത് ഇത് കാണുന്ന ഫ്രണ്ട് ആ സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ തീർന്ന് വന്നിട്ട് തിരിച്ചങ്ങ് പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ രണ്ടുകൂടെ വെച്ച് നമ്മളെ പിടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കേസും പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ആ വീഡിയോയ്ക്കകത്ത് ഒരു RS200 ഉള്ള നമ്മളൊരു സുഹൃത്ത് ആ പയ്യനെ വിളിച്ചിട്ട്, അതായത് ഇവിടെ നിന്ന് അതായത് ഈ സ്പോട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിലുള്ള ഒരു പയ്യൻ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ അറിയാം മിസ്റ്റർ വെനോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൻ. ആ ചെക്കൻ വിളിച്ചിട്ട് എന്താ പറയുക, ഞാൻ മിസ്റ്റർ വെനോ ആണ്, അതായത് ഞാൻ കാണിച്ച തെണ്ടിത്തരമാണ്, ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതായത് എന്നെക്കുറിച്ച് ആ ചെക്കനോട് സംസാരിച്ചു. അവനോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാനാണ്. അപ്പോൾ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം, എന്നെ വിളിക്കാം, എൻ്റെ സുഹൃത്തുക്കളെ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ വിളിച്ചിട്ട് ഞാൻ മിസ്റ്റർ വെനോ ആണ്, മിസ്റ്റർ വെനോ അതാര് എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറയുക താറ്റിയാണ് വിട്ടത്. കാര്യം അവൻ അറിയേണ്ട കാര്യമില്ല ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരാൾ, അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം രാത്രിയായപ്പം ഡിലീറ്റ് ചെയ്യാണ്. അപ്പം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാത്രിയായപ്പം ഒരു പയ്യൻ വിളിക്കുകയാണ്, അതായത് ഈ ഭരത് ഹോസ്പിറ്റലിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വേഗി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വഴി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യമൊക്കെ മാന്യമായിട്ട് സംസാരിച്ച് സുഹൃത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഗുണ്ടയെ പോലെ അവൻ എന്നോട് സംസാരിച്ച്. അവൻ ആ ചെക്കൻ, അതായത് ഈ വേഗി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അവൻ എന്തോ പറയും വലിയ സ്റ്റാൻഡേർഡ് ഗുണ്ടയെ പോലെയാണ് അവൻ എന്നോട് സംസാരിച്ചത്. അതായത് ഞാൻ പറയണത് നീ അങ്ങോട്ട് കേട്ടാൽ മതി, ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും താറ്റിയിട്ട് എമോജിയൊക്കെ ഇട്ട് ജസ്റ്റ് താറ്റി വിടുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ, അതായത് ഈ വേഗി എന്ന് പറയുന്ന ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവനെ പേടിച്ചിട്ട് ഒരിക്കലും ഈ പറയുന്ന വേഗിയെ പേടിച്ചിട്ടുമല്ല നമ്മൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അതായത് എന്നെ വന്ന് ഉടക്കിയ ആളുടെ പേര് ഞാൻ ഓർത്താലും ഇത് പറയാൻ പറ്റില്ല, വീഡിയോയിൽ എന്തായാലും പറയാനില്ല. പിന്നെ അയാൾക്ക് പേഴ്സണലായിട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ എന്നോട് പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ വീഡിയോ എടുത്ത് കളഞ്ഞു. പിന്നെ അപ്പം അത് കാരണം മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്ത് കളഞ്ഞത്. ഈ വേഗി എന്നെ പിടിച്ച് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ചൊന്നുമല്ല, എന്താ പറയുക, അവൻ എന്നോട് അടിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഞാനാണ് ചെയ്തത് തെറ്റ്. പിന്നെ ഭരത് നോസ്വീലറിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. ഭരത് ബ്രോയുടെ പേര് ഞാനായിട്ട് പറഞ്ഞതല്ല, അവർ പറഞ്ഞതാണ്. 4 മണിക്ക് ശേഷം ഭരത് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് ഡ്രാഗ് റേസ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം നമ്മൾ കണ്ട കാഴ്ചയാണ്. അതായത് ആ ഒരു വീഡിയോയ്ക്കകത്ത് അത് ഞാൻ ആ വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കളറായി പോകില്ല, നമ്മൾ മാത്രമാണ്. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും അലമ്പായി പോകില്ല. നമ്മളിങ്ങോട്ട് വന്നതായിട്ട് നമ്മൾ 4 മണിക്ക് ശേഷം നമ്മളിവിടെ വന്ന് കിടന്ന് അലമ്പ് കാണിക്കുന്ന ആ ഒരു ലെവലിലോട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തത്. നമ്മൾ പേര് പറഞ്ഞതല്ല, ഭരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതല്ല, ഇവിടെ ഉള്ള ആൾക്കാർ എന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അതായത് ഭരത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആ ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ആ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. സോ പിന്നെ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഭരത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത്, അതായത് ഭരത്ത് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു മൂലയ്ക്കകത്ത് നമ്മളുണ്ട്. ആ ഒരു വീഡിയോ ഭരത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റീൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈഡിലുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെയാണ് അതിട്ടത്. നമ്മളെന്തോ കളറായി പോകും, അത് ആ കണക്കിനാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. പിന്നെ ഈ ഒരു കേസും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര്, അതായത് ആലപ്പുഴയെന്നും പിന്നെ യൂട്യൂബറായിട്ട് 1-2 പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ എന്താണ് ഡിലീറ്റ് ചെയ്തത്, വല്ല സീൻ ഉള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ബ്രോ ഇത് ഇന്നതുപോലെയാണ്, കുറച്ച് ചെറിയൊരു സീനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ സേവ് ചെയ്തതിന് ശേഷം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 24 മണിക്കൂർ കൊണ്ട് തന്നെ അധികം വ്യൂ കയറുന്നതല്ല, 1000-നകത്തൊക്കെ വ്യൂസ് വരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ടപ്പന തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 24 മണിക്കൂറിനകത്ത് തന്നെ എനിക്ക് 4500 മേലോട്ട് വ്യൂ വന്നു. അപ്പോൾ അതുകൊണ്ട്, അതായത് ഈ ബൈക്കേഴ്സിന് പറഞ്ഞ പ്രശ്നങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വ്യൂ കയറിയതായിരിക്കാം, അങ്ങനെ വ്യൂ വന്നു. അപ്പം അത് കാരണം വീഡിയോ എന്തായാലും അത് പെട്ടെന്ന് റീച്ച് കയറിയതുകൊണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇയാൾ പറഞ്ഞതിൻ്റെ കാര്യം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ അയാളുടെ ഭാവി കളയണ്ടെന്ന് ഓർത്ത് ഞാൻ ആ വീഡിയോ എടുത്ത് കളഞ്ഞതാണ്. പിന്നെ ബാക്കിയുള്ള ആരുടെയും, അതായത് ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട 1-2 ചേട്ടന്മാരെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതുപോലെയാണ്, നീ അതിനെ കളഞ്ഞേക്ക്, കുഴപ്പമില്ല, അതെന്തായാലും നിനക്ക് ഇപ്പോൾ അത്യാവശ്യം വ്യൂ കയറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്ക് അതൊന്നും കൊണ്ടല്ല, വ്യൂ കയറിയത് ഒരു കാര്യം, പിന്നെ അതൊന്നും കൊണ്ടല്ല ഞാൻ ഡിലീറ്റ് ചെയ്തതിന് കാരണം ഈ ബ്രോ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാളുടെ പ്രൈവസി കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ എന്തായാലും ഗൈസ് ഇത്രയും കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതായത് എന്താ പറയുക, നമുക്ക് അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക കുറേ പേര്, അതായത് എന്താ പറയുക ഇവിടെ ഉള്ള കുറേ ആൾക്കാർ നമ്മളൊരുമാതിരി എന്താ പറയുക നമ്മൾ തെറ്റ് ചെയ്ത കണക്ക് ആ ഒരു ലെവലിലോട്ടായി. നമ്മളിവിടെ ഏത് വീഡിയോ ചെയ്താലും അറിയാം, ഏത് ഡ്രൈവ് റേസ് വീഡിയോ ചെയ്താലും അറിയാം, ഇവിടെ വരുന്ന വൈകുന്നേരം ഓടാൻ വരുന്ന ആൾക്കാരെല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് പിന്നെ വേറെ ഒന്നും പറയാനില്ല. എന്താണ് നമ്മൾ ഇനിയും ഡ്രാഗ് റേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്രാഗ് റേസ് മീൻസ് പെർഫോമൻസ് ബേസ്ഡുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ബേസ്ഡുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. അത് വണ്ടിയുടെ കുറേ പ്രശ്നങ്ങൾ, വണ്ടിക്ക് ചെറിയ പണിയായിട്ടൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയതാണ്. ഇനി എന്തായാലും ട്രാവൽ ബേസ്ഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, വണ്ടി പെർഫോമൻസ് ബേസ്ഡ് വീഡിയോയും ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ ഗൈസ്, പിന്നെ തീരെ ഒരുപാട് ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഗൈസ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. Bye.